നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ പിന്നെ മരിച്ചതാരാ? ആ ഡെഡ് ബോഡിയും ഈ മോതിരവും തമ്മിലുള്ള ബന്ധം എന്താ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇതെന്റെ വിവാഹമോതിരോ? കരുവാറ്റ അമ്പലത്തിൽ വെച്ച് കല്യാണ ദിവസം ഞാൻ എന്റെ ഭർത്താവിന്റെ വിരലിൽ അണിയിച്ച മോതിരം. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. ശരി, ഒന്നും അറിയാത്ത മൈഥിലിയോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ മോതിരം അണിച്ച നിങ്ങളുടെ ഭർത്താവ് എവിടെ? അയാളെയാ ഞങ്ങൾക്ക് ആവശ്യം. അജയൻ ഇവിടെ ഇല്ല. അയാൾ എവിടെ പോയി? ബാംഗ്ലൂര് ഒരു ബിസിനസ് ആവശ്യത്തിന് പോയതാ. ആയിക്കോട്ടെ, പക്ഷെ അയാളെ കണ്ടെത്തുന്നവരെ ഈ മോതിരത്തിനുടമ മൈഥിലി ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. ആരും നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിയമപരമായ നടപടിയാ. എന്ത് നടപടി? ഒരു മോതിരം കിട്ടിയെന്ന് വെച്ച് ഉടനെ അതിന്റെ ഉടമസ്ഥനെ പ്രതിയാക്കാണോ വേണ്ടേ? ഉടനെ ആക്കിയതല്ല, വിശദമായി അന്വേഷിച്ചിട്ട് തന്നെ ആക്കിയതാ. എന്തന്വേഷണം? ഇങ്ങനെയാണോ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാലും മൈഥിലിയെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. കൊണ്ടുപോയിക്കോ. ആര് പറഞ്ഞു ഇവിടെ വേണ്ടാന്ന്? പക്ഷേ അതിന്റെ പേരില് എന്റെ അനിയൻ അജയനെ പ്രതിയാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഈ മോതിരം മൈഥിലി അജയൻ അണിയിച്ചതല്ലേ? അപ്പൊ പിന്നെ അജയനല്ലേ പ്രതി? എന്ത് പ്രതി? ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളാണ് എന്റെ അനിയൻ. ചിലപ്പോ അവൻ ഈ മോതിരം വിറ്റതായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചേനെ. മരിച്ച സിന്ധു മാണിക്യമംഗലത്തെ വേലക്കാരി ആയിരുന്നില്ലെങ്കിൽ മരിച്ചത് സിന്ധുവാ. കൊന്നത് ഈ വീട്ടിൽ ആരോ ഒരാളാ. ഡെഡ് ബോഡി സിന്ധുവിന്റെ സഹോദരൻ സുഗണൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്രയും തെളിവുകൾ കിട്ടിയ സ്ഥിതിക്ക് മൈഥിലിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഇല്ല ഇല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മോളെ പ്ലീസ്, ഞങ്ങളോട് സഹകരിക്കണം. മൈഥിലി വരൂ, വരൂ. മാഡം പ്ലീസ്. ചേച്ചി വേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? നീ വിചാരിച്ച എന്ത് വഴി ഉണ്ടാക്കാനാ? പെരുവഴിയോ? ചേലക്കാതിറങ്ങി പോടി. ചേച്ചി വേണ്ട. ചേച്ചി ചേച്ചി ചേച്ചി, ഞാൻ പറയുന്നു കേക്ക്. കൊണ്ടുപോലെന്ന് പറ. ചേച്ചി കരയല്ലേ? ചേച്ചി, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൈഥിലി എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അവള് നിരപരാധിയാണെന്ന് എനിക്ക് 100% ഉറപ്പാ. അജയന്റെ ചതിയിൽ അവള് വീണു പോയത്. നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അവളെ എങ്ങനെ രക്ഷിക്കും അത് പറ. എന്ത് ചെയ്യും? എനിക്ക് പരിചയമുള്ളൊരു പോലീസ് ഓഫീസർ ഉണ്ട്, ഒരു CA. നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം. എന്തേലും വഴി ഉണ്ടാവാതിരിക്കില്ല. ഹലോ മാഡം, ഞാൻ മാണിക്യമംഗലത്ത് നിന്ന് ജനനിയാ. ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റുമോ?
മാണിക്യമംഗലത്തുകാരല്ലേ എനിക്ക് വയനാട്ടിലെ ഓണംകേറാമൂലയിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു തന്നത്. സോറി മാഡം, ഞാനതിനൊരു കാരണക്കാരിയാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? നെവർ. ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. അതിന്റെ കാരണഭൂതൻ വിശ്വനാഥൻ മുതലാളിയെ ഒരിക്കൽ കൂടെ നേരിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടേക്ക് തന്നെ മാറ്റം ചോദിച്ച് മടങ്ങി വന്നത്. പറ ജന്നി, എന്താ വിളിച്ചേ? ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് മാഡം. എന്താ പറ. ഒരു CA എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ മാണിക്യമംഗലത്തെ കേസായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യും. ഇപ്പൊ ജന്റിക്ക് എന്താ വേണ്ടേ? എനിക്ക് മൈഥിലി ചേച്ചിയെ എങ്ങനെയും ഒന്ന് കാണണം, ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ, ശരി. ഇനിയെങ്കിലും ചേച്ചി സത്യങ്ങൾ തുറന്നു പറയണം. ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ അത് മാത്രം വഴി. ചേച്ചി ഒരിക്കലും അത് ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനാ ചേച്ചി ഇത്രയും വലിയ ഭാരം എടുത്ത് തലയെ വെക്കുന്നത്? ചേച്ചി ആരെയാ എപ്പോഴും ഈ സംരക്ഷിക്കുന്നത്? ഭർത്താവിനെയാണോ അതോ കുടുംബത്തിന്റെ അഭിമാനത്തെയോ? അജേട്ടൻ ചതിയനാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? മാണിക്യമംഗലത്തെ മരുമക്കൾക്ക് ഇനി ഒരു മാനവും ബാക്കിയില്ലെന്ന് ചേച്ചിക്ക് അറിയില്ലേ? ആരെയാ പിന്നെ ചേച്ചി ഭയക്കുന്നത്? ചേച്ചിക്കറിയാത്ത പല കാര്യങ്ങളും എന്റെ മനസ്സിൽ ഞാനും കൊണ്ടു നടക്കുന്നുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കയ്യബദ്ധം പറ്റി ഒരു കുറ്റകൃത്യം ചെയ്ത ആളല്ല ചേച്ചിയുടെ ഭർത്താവ്. ഹീസ് എ ഹാബിച്വൽ ഒഫൻഡർ. എല്ലാ അർത്ഥത്തിലും ഒരു തികഞ്ഞ കുറ്റവാളി. ഉച്ഛ്വാസവായുവിൽ പോലും ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്ന ക്രിമിനൽ. ഇനി അയാൾക്ക് വേണ്ടി മനസ്സ് തുറക്കാതിരുന്ന ഈ ലോകം കണ്ട ഏറ്റവും വിഡ്ഢിയായ പെണ്ണ് ചേച്ചിയായിരിക്കും. നാളെ തോർത്ത് ചേച്ചി പശ്ചാത്തപിക്കേണ്ടി വരും. ചേച്ചിക്കറിയാവോ, അനുജന്റെ ഭാര്യയായി എന്നോട് പോലും നിങ്ങളുടെ ഭർത്താവ് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഞാൻ അന്നത് തുറന്നു പറയാതിരുന്നത് ചേച്ചിയുടെ സമാധാനം നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. തന്നെയല്ല, ഞാൻ അന്നത് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ചേച്ചി. ഇനിയെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചേച്ചിയോട് മാത്രമല്ല, അത് ഞാൻ എന്നോട് കൂടി ചെയ്യുന്ന ചതിയായിരിക്കും. ഇത്രയും നെറിയട്ടൊരാണിനെ ഇതിനു മുൻപ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല ചേച്ചി. തെമ്മാടിയ, മഹാതെമ്മാടിയ. ആ തെമ്മാടിത്തരത്തിന്റെ ആഴം നീ ഇതുവരെ അറിയാതെ പോയത് നീ എന്റെ അനുജന്റെ ഭാര്യ എന്നുള്ള ഒറ്റ മര്യാദ കൊണ്ട്. അതുകൊണ്ട് മാത്രമാടി ഞാൻ നിന്നെ വെറുതെ വിട്ടത്. അല്ലാതെ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടോ ആവേശം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല.
ഇനി പറ, ഈ ഭൂലോകത്തെ എമ്മാടിക്ക് വേണ്ടി എന്തിനാ ചേച്ചി ഈ മൗനം? അയാൾ ഒരിക്കലും ചേച്ചി സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ചത് എന്തിനാണെന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാണിക്യമംഗലത്തെ സ്വത്തുക്കള് നമ്മൾ പെണ്ണുങ്ങളുടെ പേരിലാണെന്ന് നമ്മൾക്ക് മുന്നേ അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു.